നമ്പ്യാരെ എല്ലാം പറഞ്ഞോ ഇവനോട്? പറഞ്ഞു കൊടുത്തോടോ കാര്യങ്ങള്. പറഞ്ഞു. ആ വിൻസെന്റ്, ഇതിപ്പോ നിന്റെ സേഡ്ജിയുടെ വിവരങ്ങൾ ചോർത്തി തരുന്നതിന് മാത്രമുള്ള പ്രതിഫലമല്ല. ഭായി നിനക്ക് തരുന്ന വില കൂടിയായത്, നിന്റെ തീർവില. എന്നും വിശ്വസ്തനായിട്ടിരിക്കാൻ ഓർമ്മ വേണം. ആ കൈ കിട്ടിയ കൊന്നുകളയാനുള്ള വാശിയില് ആണ്ടവനും സേഡ്ജിയുടെ ആൾക്കാരും ചുറ്റി നടപ്പുണ്ട്. അവരുടെ കണ്ണിപ്പെടാൻ പാടില്ല. ദാ ഇവൻ പറഞ്ഞ സ്ഥലത്ത് കാറിൽ വെയിറ്റ് ചെയ്യും. വീട്ടിലെത്തി പണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് രാത്രി തന്നെ ഗോവയ്ക്ക് പുറപ്പെട്ടോണം. ദാ ചന്ദൻ ഭായിയോടൊപ്പം. ഇനി ഭായി ഉണ്ടടാ നിന്റെ രക്ഷയ്ക്ക്. അറിയാം. ആ പേടിക്കണ്ട, ധൈര്യമായിട്ട് വയ്ക്കോ. No, Jessie, don't. No, Mama. This is Vinny. I know. Jessie, don't shout. ഇത് ഞാനാ. എന്റെ അമ്മച്ചി പേടിച്ചു. മമ്മ, Vinny. I said don't shout. മോനെ. മമ്മ. എവിടെയായിരുന്നടാ നീ? എത്ര ദിവസമായി മമ്മ നിന്നെ ഒന്ന് കണ്ടിട്ട്. അതിനാരെങ്കിലും ഇങ്ങനെ കരയുമോ അമ്മ? ഇപ്പൊ ഞാനിങ്ങ് വന്നില്ലേ? ബട്ട് വിന്നി, നീ ഇപ്പോഴും വന്ന് ത്രട്ടൻ ചെയ്തിട്ട് ഇറങ്ങി പോയതേ ഉള്ളൂ. നിന്റെ പഴയ ഫ്രണ്ട്സ് നീ എവിടെ ഒന്ന് ചോദിച്ചിട്ട്. Are you in some trouble, Vinny? Nothing. പപ്പ കൂടെ കാണാൻ വേണ്ടിട്ടാ. പപ്പയ്ക്ക് സന്തോഷമാവും. അഥവാ പിന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പപ്പ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിട്ടാ. പപ്പ എന്നോട് ക്ഷമിക്കും. ഇല്ല അമ്മ? നീ എന്തൊക്കെയാ മോനെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് മോനെ ഇത് പ്ലീസ് മമ്മ, നോ ക്വസ്റ്റ്യൻസ്. ഇനി എന്റെ പെങ്ങളെ ഇഷ്ടമാണ്, ലവ് ആണ് എന്നൊക്കെ വെറുതെ പ്രോമിസ് ചെയ്തിട്ട് പിന്നെ പണം പോരാന്ന് പറഞ്ഞ് ലാസ്റ്റ് മിനിറ്റിൽ ഡിച്ച് ചെയ്ത് പോരുതൊരുത്തനും. പപ്പ ജീവിച്ചിരുന്നപ്പോ നിന്റെ മൈക്കിളിനോട് വാക്ക് പറഞ്ഞ മുഴുവൻ എമൗണ്ടും ഉണ്ട് ഇതില്. ശരിക്കും അമ്മ, ഞാൻ അവരോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നാളെ കഴിഞ്ഞ് അവരുടെ പള്ളിയിലോട്ട് വരും, മൈക്കിളിന്റെ അങ്കിളും പപ്പയും. ഇത്രയും പണം കൊടുത്ത് മമ്മയെ തനിച്ച് വിട്ടാ പോരാ, കൂടെ നീയും പോണം. കാര്യങ്ങളൊക്കെ നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കണം, കേട്ടല്ലോ? കമോണ്ടാ. പപ്പ ഉണ്ടായിരുന്നില്ല വലിയ വലിയ മന്ത്രിമാരെ നേതാക്കന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി നല്ല സ്റ്റൈലായിട്ട് നടത്തിയേനെ ഈ വീട്ടിലെ ആദ്യത്തെ കല്യാണം. ഇല്ല അമ്മ? ഇത് കല്യാണ ചെലവിന്. പിന്നെ നിമ്മി, ഇത് നിനക്ക് പതിവ്. നടി. ബൈ ഗേൾസ്. ഒറ്റടി. എന്റെ മമ്മ ഒന്നും ചെയ്യില്ല. പ്ലീസ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. வின்சென்ட், சேட்ஜிக்காக இல்ல, விஸ்வேட்டம் சொல்லித்தான் வந்திருக்கேன். உன்னை கூட்டிட்டு போக வா, போலாம். ഇല്ല മമ്മ, വിശ്വട്ടൻ ഇടപെട്ട സ്ഥിതിക്ക് ഇനി ഒന്നും പേടിക്കാനില്ല. I will be all right, മമ്മ. I will be safe. വിശ്വട്ടൻ രക്ഷിച്ചോളൂ എന്നെ, ഉറപ്പാ എനിക്ക്. Pray for me. പോലാം.
ആര് വിളിച്ചാലും വേണ്ടാന്ന് പറഞ്ഞിരുന്നതല്ലേ മോളെ? ഇത് സേജിയാ. ഉം. ഗുഡ് നൈറ്റ്. വിശ്വനാഥൻ, നോ, ഡോണ്ട് ടച്ച് ഹിം. ഇനി ഞാൻ എത്തുന്നത് വരെ ഒരു തരി മണ്ണ് പോലും നുള്ളിയിടാൻ പാടില്ല അവന്റെ ദേഹത്ത്. ഐ ആം കമ്മിങ് ഡൗൺ. അടിച്ചതാരാടാ നിന്നെ? ആണ്ടവനോ സെഡ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ അല്ലേടാ? ഷൂസ് ഇട്ട കാലുകൊണ്ട്. വിശ്വേട്ടാ, അത് വന്ന് ആണ്ടവൻ, ഇത് കോയമ്പത്തൂരിലെ നിന്റെ മായാണ്ടിക്കുപ്പമല്ല, കൊച്ചിയാ, വിശ്വനാഥന്റെ കൊച്ചി. കരുത്തും കയ്യൂക്കുമുള്ള അംഗരക്ഷകന്മാരെ കൊണ്ട് താൻ തന്നെ കണക്കുകൾ നേരിട്ട് തീർപ്പിക്കാമെന്നായെങ്കിൽ പിന്നെ മേലാൽ ഒരു തവണ കൂടി ഇങ്ങനെ വന്നു പോകരുത് വിശ്വനാഥന്റെ സമക്ഷത്ത്. ജി എടോ ഹരിവംശീലാൽ പന്നാലാൽ, ഒരിക്കൽ തന്നെ സേവിക്കാൻ ഇറങ്ങി കസ്റ്റംസുകാരുടെ വലയിൽ ഇവൻ അകപ്പെട്ടപ്പോ രക്ഷിച്ചെടുക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല താൻ. അന്നൊരൊറ്റ തുള്ളി രഹസ്യം പോലും ചോർന്നു പോകാതെ വല പൊട്ടിച്ചുവനെ പുറം ലോകം കാണിച്ചത് താനല്ല, വിശ്വനാഥന. ഈസ് മൈ പ്രോപ്പർട്ടി, മൈ സോൾ പ്രോപ്പർട്ടി. വിശ്വസിച്ച് കൂടെ നിന്നവനെ ഒരാപത്ഘട്ടത്തിൽ താൻ കൈവിട്ടു. പകരം നിവൃത്തിയില്ലാതെ വന്നപ്പോ അവനും ദാറ്റ്സ് ഓൾ. ലെവൽ അല്ലേടാ? യു നീഡ് എ സ്റ്റിഫ് വൺ. ഒന്ന് തണുക്കട്ടടാ. ഒറ്റ വലി.